ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ പറയും പോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ഐശ്വര്യം ഉണ്ടാവുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഒരു പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രോഗ്രാമിൽ നല്ല നിഷ്കളങ്കമായി നിങ്ങൾ പങ്കെടുക്കുക. ഓരോ വ്യക്തികൾക്കും ഓരോ പ്രാർത്ഥന ഉണ്ടാവും. ആ പ്രാർത്ഥന നിർവഹിച്ച് നമുക്ക് മനോഹരമായ ഐശ്വര്യമായി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നമ്മൾ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. നമ്മുടെ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് MC-യും പ്ലാൻ പ്രസന്റേഷനും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ട്രിവാൻഡ്രം ഒരു ടീമിന്റെ വർക്കിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലീഡർ ഒരു ട്രെയിൻ യാത്രയിലാണ് ട്രിവാൻഡ്രത്തേക്കുള്ള. അതുകൊണ്ട് MC-യും പ്ലാൻ പ്രസന്റേഷൻ ഒക്കെ റഷീദ് മാസ്റ്റർ തന്നെയാണ് നിർവഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും നമ്മളെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരാണ്. MC ചെയ്യുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, പ്രസന്റേഷൻ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ പഠിക്കാൻ വരണം. ഓക്കെ, അപ്പൊ എല്ലാവരും പ്രസന്റേഷൻ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോയി നമുക്കും നമ്മളെ കൂടെ വന്നവർക്കൊക്കെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്ലാൻ പ്രസന്റേഷൻ വളരെ സിമ്പിൾ അല്ലേ? നമ്മളെ പ്ലാൻ പ്രസന്റേഷൻ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനോടൊപ്പം നമ്മൾ ജനങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ക്രിപ്റ്റോ, എന്താണ് സെൻട്രലൈസ്ഡ്, എന്താണ് ഡീസെൻട്രലൈസ്ഡ്, എന്താണ് എക്സ്ചേഞ്ച്, എന്താണ് കോയിന്, എന്താണ് ടോക്കന് എന്ന കാര്യങ്ങളെ ജനങ്ങളെ ഒന്ന് ഉത്ബോധിപ്പിക്കുക, ജനങ്ങളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ അപ്പെക്സിൽ എങ്ങനെയാണ് ID ക്രിയേഷൻ ചെയ്യുക, അപ്പെക്സ് ടോക്കൺ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഈ 2025 നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാവണോ? അല്ലെ? നമ്മളെ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അത് ചോദ്യം ചിഹ്നമാണ്. നമ്മൾ നമ്മോട് ചോദിക്കുക, ഈ 2025 എനിക്ക് രക്ഷപ്പെടണോ? എനിക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണോ? എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണോ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുക. എന്ത് കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മളാണ് നമ്മളെ ഡിസിഷൻ മേക്കർ ആവേണ്ടത്. നമ്മളെ നിയന്ത്രിക്കണം നമ്മളായിരിക്കണം. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മൾ അവർക്ക് തല കുനിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എല്ലാത്തിനും ഡിസിഷൻ എടുക്കേണ്ടത് നമ്മളാണ്. നമുക്ക് രക്ഷപ്പെടണോ വേണ്ടേ എന്ന് ഡിസിഷൻ എടുക്കേണ്ടത് നമ്മളാ. അത് നമ്മൾ ചിന്തിക്കാൻ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടണം. ഇല്ല, ചില ആളുകൾ പറയും എനിക്ക് ഇങ്ങനെ പോയാൽ മതി, അങ്ങനെ പോയിക്കോട്ടെ, ആൾക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഓൾറെഡി ഇപ്പൊ ഒരു ജോലി ഉണ്ട്. ഈ ജോലിയോടൊപ്പം നമുക്കൊരു എക്സ്ട്രാ ഇൻകം വേണം. അങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം കിട്ടി ജീവിതത്തിൽ കൂടുതൽ വരുമാനം വാങ്ങുന്ന ആളായിക്കൊണ്ട് നമ്മുടെയും നമ്മുടെ ഭാര്യ മക്കളുടെയൊക്കെ ഡ്രീംസുകൾ അല്ലെങ്കിൽ അവരുടെ മോഹങ്ങൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കണമെങ്കിൽ നമ്മളടുത്ത് എന്ത് വേണം? നമ്മളടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജോർജ് കുട്ടി വേണം, വീരാൻകുട്ടി വേണം. ആ ജോർജ് കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സാധനങ്ങളുടെയും വില നോക്കാതെ നമ്മുടെ ഭാര്യ മക്കൾക്ക് പർച്ചേസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതുപോലെ നമുക്ക് സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവും. ക്യാഷ് ആണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്നേഹം തരുന്നത്, ബഹുമാനം തരുന്നത് എല്ലാം ഇന്ന് ക്യാഷ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കും, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മളത് പറയാറുണ്ട്.
എവിടെ നമ്മൾ പോയാലും നമുക്കൊരു നിലയും വിലയും ബഹുമാനവും ആദരവും ഒക്കെ നമുക്ക് റെസ്പെക്ട് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളെ എന്ത് വേണം? മണി വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മളെ മെസ്സേജിൽ ഇന്ന് 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, എനിക്കറിയില്ല. മെസ്സേജിൽ നമ്മൾ 3 കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താ ഒന്ന് പറഞ്ഞത്? എന്താണ് അപെക്സ് ടോക്കൺ അല്ലേ? മറ്റൊരു കാര്യം, 2025 നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകണോ? മൂന്നാമത്തെ ഒരു കാര്യം എന്താ? എന്തുകൊണ്ടാണ് സാധാരണക്കാരൻ രക്ഷപ്പെടാത്തത്? അല്ലെ? എന്തുകൊണ്ടാണ് ഇന്ന് സാധാരണക്കാരൻ രക്ഷപ്പെടാത്തത്? എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ നമ്മളെ മൈൻഡ് സെറ്റാണ്. സാധാരണക്കാരൻ എന്താ പറയാ? അതൊക്കെ വലിയ വലിയ ആളുകൾക്ക് കഴിയുള്ളൂ, അതൊക്കെ പൈസ ഉള്ളവർക്ക് കഴിയുള്ളൂ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവർക്ക് കഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ അച്ഛന്, നമ്മളെ അമ്മ, അല്ലെങ്കിൽ നമ്മളെ അച്ഛൻ, ഉപ്പ, അല്ലെങ്കിൽ അമ്മ, ഉമ്മ, ഇവരൊക്കെ ഇങ്ങനെയാണ് പോയത്, ഇവരൊക്കെ ഇങ്ങനെ ജീവിച്ചത്, ഇവരൊക്കെ ഇങ്ങനെ വളർന്നു പോയപ്പോ ഓരെ കൊണ്ട് അത്രേ കഴിഞ്ഞുള്ളൂ. അപ്പൊ നമ്മളൊക്കെ അവരെ മക്കളെ നമുക്കും അതേ കഴിയുള്ളൂ എന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചു. അതുകൊണ്ടാണ് നമ്മളെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയത്. നമ്മളെ അത് പറഞ്ഞു പഠിപ്പിച്ചു, നമ്മളത് പഠിച്ചു വന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയത് എന്ന് മനസ്സിലാക്കുക. മൈൻഡ് സെറ്റ് ആണ് എല്ലാം കേട്ടോ. അല്ല എന്നെ കൊണ്ട് കഴിയും, ഞാൻ രക്ഷപ്പെടും, എനിക്ക് രക്ഷപ്പെടണം, എനിക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം എന്ന് നമ്മളൊരു മൈൻഡ് സെറ്റിലാണെങ്കിൽ നമ്മളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. അപ്പൊ അതിനു വേണ്ടി എന്താ വേണ്ടത്? അത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ? ഷുഡ് യുവർ ബ്ലഡി മൗത്ത് ആൻഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയാം. എന്ന് പറഞ്ഞാല് വായ അടക്കുക. നിങ്ങളെ വായ അടച്ചിട്ട് പണിയെടുക്കുക. ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. നമുക്കൊരു ബിസിനസ് അവസരം കിട്ടിയിട്ടുണ്ട്, അപെക്സ് ടോക്കൺ. ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ച പ്ലാൻ എന്താന്ന് പഠിക്കുക, ആളുകൾക്ക് പ്ലാൻ കൊടുക്കുക. നമ്മൾ കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക. എന്താണ് അപെക്സിന്റെ ഫേസ് 1, എന്താണ് അപെക്സിന്റെ ഫേസ് 2, ഇത് നമ്മൾ പഠിക്കുക. എങ്ങനെയാണ് ഒരാൾ 225 ദിവസത്തിലേക്ക് സ്റ്റേക്കിങ്ങിൽ വന്നാൽ അയാൾക്ക് എങ്ങനെ 365 ദിവസത്തിലേക്ക് എത്തിപ്പെടാം? ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുക. നമ്മള് 10 ആളോട് അപെക്സിന്റെ ബിസിനസ് പറഞ്ഞാല് 3 ആളോ 2 ആളോ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുള്ളൂ. നമ്മൾ ബിസിനസ് പറയുന്നവരെല്ലാവരും നമ്മളെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം രാജ്യത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഒന്നാമത്തത് കുറെ ആളുകള്, അല്ലെങ്കിൽ ഒരു ഒട്ടുമുക്കാൽ ആളുകളും പല ബിസിനസ്സിലും ഇന്ന് പറ്റിക്കപ്പെട്ടവരാണ് അല്ലെ? പല കാര്യങ്ങളുണ്ടാവാം, പറ്റിക്കപ്പെട്ടതുണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ ലോക്കായ ബിസിനസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫ്രീസായ ബിസിനസ്സുകൾ ഉണ്ടാവാം. എന്തായിരുന്നാലും വേണ്ട, ഇതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇന്ന് കുറെ ക്യാഷ് പോയി. നമ്മളൊക്കെ പലരോടും ബിസിനസ് പറയുമ്പോൾ നമ്മോട് പറയാറുണ്ട്, എന്ത് മാഷേ നമ്മൾ അതിൽ ഇത്ര ഇട്ടു, ഇതിൽ ഇത്ര ഇട്ടു, അത് 2 ആഴ്ച കൊണ്ട് പോയി, ഇത് 1 മാസം കൊണ്ട് പോയി എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെയാണ് ഞാനൊക്കെ ബിസിനസ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമ്മളെ വായ അടക്കുക. എനിക്ക് വിജയിക്കണം, എനിക്ക് രക്ഷപ്പെടണം, എനിക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, എനിക്ക് അത് വേണം, എനിക്ക് കാറ് വേണം, എനിക്ക് വീട് വേണം, ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യണം, ഇങ്ങോട്ട് യാത്ര ചെയ്യണം എന്ന് പറഞ്ഞാ പോരാ. അതിനൊരു ആക്ഷൻ നമ്മൾ എടുക്കണം. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളൊരു തീരുമാനം എടുത്താല് അതിൽ ഉറച്ചു നിന്ന് അതിന് ആക്ഷൻ എടുക്കേണ്ടത് നമ്മളെ കടമയാണ്. നമ്മളൊരു തീരുമാനം അല്ലെങ്കിൽ നമ്മളൊരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗോള് നേടിത്തരാൻ മറ്റാരും ഉണ്ടാവില്ല. ആ ഗോള് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിക്കണം, 1.5 തിരിക്കണം. നമ്മൾ ഒരാളുടെ ബിസിനസ് പറഞ്ഞു, അയാൾ നോ പറഞ്ഞു. നമ്മൾ വേറൊരാളുടെ നോ പറഞ്ഞു. നമ്മൾ വേറൊരാളുടെ ബിസിനസ് പറഞ്ഞു, അയാൾ നോ പറഞ്ഞു. നമ്മൾ വേറൊരാളുടെ ബിസിനസ് പറഞ്ഞു, നോ. അപ്പൊ 2-3 ആളോട് ഞാൻ ബിസിനസ് പറഞ്ഞു, മാഷെ ഓരൊക്കെ നോ എന്നാ പറയുന്നത്. എന്താ നോ എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നോ എന്ന് പറഞ്ഞ എന്താണ്? നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. നമ്മൾ മറ്റൊരാളെ കാണുക, ബിസിനസ് പറയാ. അല്ലാതെ ഞാൻ മാഷ എന്ന് 2 ആളോട് പറഞ്ഞു, 3 ആളോട് പറഞ്ഞു, 5 ആളോട് പറഞ്ഞു, ആളുകൾ പറഞ്ഞു തട്ടിപ്പാണ്, സ്കാം ആണ്, അത് കുറച്ച് കഴിഞ്ഞാൽ പോവും, 2 മാസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല, അതുപോലെ പല കമ്പനികൾ വന്നിരുന്നു, ഓരൊക്കെ പോയി ഒക്കെ പറയും. അതൊക്കെ ആളുകൾ പറഞ്ഞോട്ടെ. അതൊക്കെ ഓരോ തോട്ട്സിലുള്ളതും ഓര് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഓര് പറയുന്നത്. നമ്മൾ ഓരെന്താക്കണ്ട, നിശിതമായി വിമർശിക്കാനും അവരെ നമ്മൾ എന്താക്കണ്ട,
അവരെ ഓവർടേക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവരോട് നമ്മൾ ആർഗ്യുമെന്റ് നടത്താനൊന്നും പോണ്ട, തർക്കിക്കാൻ പോണ്ട. ഓല് പറഞ്ഞു ശരിയാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ നമ്മോട് എന്തെങ്കിലും തിരിച്ചു സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് നമ്മൾ കേൾക്കണം. നമ്മൾ കേൾക്കണം. അതാണ് നമ്മൾ കേൾക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരാളുടെ ബിസിനസ് പറയുമ്പോ അതിൽ എനിക്ക് ഇത്ര പോയില്ലേ, ഇതിൽ എനിക്ക് ഇത്ര പോയില്ലേ, നിങ്ങളെ കൂടെ അതിൽ വന്നത് ഇതിൽ വന്നപ്പോ ഇന്നലെ നിങ്ങൾ കണ്ടിരിക്കും നമ്മൾ പ്രോഗ്രാം നടത്തുമ്പോൾ ഓരോരുത്തരുടെ കമന്റ് ഇട്ടതൊക്കെ അല്ലെ. എന്താണ്, ഞാൻ അവരെ കുറ്റം പറയില്ല. നമ്മൾ അവിടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടല്ല, അല്ലെങ്കിൽ അതിലുള്ള ഒരു ലീഡേഴ്സും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടല്ല. അത് ഗവൺമെന്റ്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 4 ശത്രുക്കളുണ്ട്. ഈ 4 ശത്രുക്കളുടെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് ആ ബിസിനസ് എന്തായത്, ലോക്കായത് അല്ലെങ്കിൽ ഫ്രീസ് ആയത്. അല്ലാതെ അതിന് മുമ്പുണ്ടായിരുന്ന ബിസിനസ്സിലെ ലീഡേഴ്സിന്റെയോ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ പ്രോബ്ലംസ് കൊണ്ടല്ല. അത് കരുതിയിട്ട് നമ്മളൊരു ബിസിനസ് തകർന്നു എന്നതുകൊണ്ട് നമ്മൾ ബിസിനസ് മാറി നിൽക്കേണ്ടവരാണോ? ഒരിക്കലും അല്ല. നിങ്ങൾ പറ്റ പരാജയപ്പെട്ടിരിക്കുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം, എനിക്ക് രക്ഷപ്പെടണം എന്നൊരു മനോഭാവം നിങ്ങൾക്കുണ്ടോ, എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കുക. ആ മനോഭാവം ഉണ്ടാവാൻ എന്ത് വേണം? നമ്മൾ കിട്ടിയ ബിസിനസിനെ പഠിക്കുക. അതിനു വേണ്ടി നമ്മൾ വായടക്കുക, പണിയെടുക്കുക. എനിക്ക് രക്ഷപ്പെടണം, എനിക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവണം, എനിക്കും വലിയ കോടീശ്വരനാവണം, എനിക്ക് കാറ് വേണം, എനിക്ക് നല്ല വീട് വേണം പറഞ്ഞാ പോരാ. നമ്മൾ പണിയെടുക്കണം. ഒരു 1.5 തിരിക്കണം. ഞാൻ ഏൺ ചെയ്യും, ഞാനത് നേടിയെടുക്കും. ഐ ആം എ റിച്ച്, ഞാനൊരു കോടീശ്വരനാണ്, അല്ലെങ്കിൽ ഞാൻ എത്ര രൂപ സമ്പാദിക്കും, വാങ്ങും ഞാൻ ഈ മാസം എന്നൊരു തീരുമാനം എടുത്തൊരു ഗോൾ സെറ്റ് ചെയ്ത് എന്നിട്ട് നിങ്ങൾ ഇറങ്ങുന്നത്. ഗോൾ എപ്പോഴും എന്ത് ചെയ്യണം? ക്ലാരിറ്റിയിലെ ഗോളായിരിക്കണം. അതുപോലെ മെഷറബിൾ ആയിരിക്കണം, അളക്കാൻ പറ്റിയ ഗോളായിരിക്കണം. ഞാനും 5 ലക്ഷം വാങ്ങും, ഞാൻ 10 ലക്ഷം വാങ്ങും, അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമില്ല. എപ്പോ വാങ്ങും? ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാറ് വാങ്ങാൻ തീരുമാനിച്ചാൽ ഏത് കാറ്, ആ കാറിന്റെ കളർ എന്താണ്, ആ കാർ ഏത് കമ്പനിന്റെ കാറാണ്, ആ കമ്പനിന്റെ കാറിന്റെ വില എത്രയാണ്, എന്നാണ് നിങ്ങൾ ഈ കാറ് വാങ്ങുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ വീട് നിർമ്മിക്കുക, എന്നാണ് നിങ്ങൾ വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുക, എന്നാണ് നിങ്ങൾ അതിൽ പാലുകാച്ചിൽ ചടങ്ങ് നടത്തുക. ഇതൊക്കെ നിങ്ങൾ ആദ്യം ഡിക്ലെയർ ചെയ്യണം. ഗോള് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ എഴുതി വെക്കണം. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇല്ലേ, ഞാൻ നവംബർ മാസത്തിൽ 1.5 ലക്ഷം രൂപ വാങ്ങി, ഡിസംബർ മാസത്തിൽ 2 ലക്ഷം വാങ്ങി, ജാനുവരി മാസം ഈ മാസത്തില് എന്റെ ഗോൾ എന്താണ്? 3 ലക്ഷം വാങ്ങണം എന്നാണ്. ഞാൻ അതിനാണ് പണിയെടുത്തോണ്ടിരിക്കുന്നത്. അതിന്റെ ഗോളിന്റെ ക്ലാരിറ്റി ഞാൻ വരുത്തിയിട്ടുണ്ട്. 3 ലക്ഷം വാങ്ങണം എന്ന് പറഞ്ഞാൽ പറയും എപ്പോ, എന്ന് നമ്മൾ തീരുമാനിക്കണം. അതാ ക്ലാരിറ്റി എന്ന് പറഞ്ഞാല്. നമ്മളെ ഗോളിന് എന്ത് വേണം? ക്ലാരിറ്റി വേണം, മെഷറബിൾ ആവണം, അളക്കാൻ കഴിയുന്നതാവണം. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിനു വേണ്ടി ഗോൾ സെറ്റ് ചെയ്ത് ഇത്ര രൂപ ഇന്ന മാസം ഇന്ന ദിവസം വാങ്ങും. ഓക്കെ, അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ എന്ത് വേണേ നമ്മള് അതിനുവേണ്ടി പ്ലാന് നമ്മൾ ഉണ്ടാക്കണം. നേരം വെളുക്കുക, എവിടെങ്കിലുമൊക്കെ പോവുക, അല്ലെങ്കിൽ കാണുന്നവരോടൊക്കെ പറയുക, അങ്ങനെയില്ല. ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണം. നാളെ നിങ്ങളെ കാണേണ്ട ആളുകളെ ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ പേരും ഫോൺ നമ്പറൊക്കെ എഴുതി വെക്കുക. അതിന് നിങ്ങളെ കയ്യിൽ നോട്ട്ബുക്ക് വേണം. അതാ ഞാൻ എപ്പോഴും പറയാറ്, നമ്മൾ മീറ്റിംഗ് കേൾക്കാൻ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? നമ്മളെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടാവണം, ഒരു പേനയും. അപ്പം നാളെ നമ്മൾ കാണേണ്ട ആളുകളെ പേര് എഴുതുക. അവർ ചിലപ്പോൾ നമ്മളെ മൊബൈലിൽ കോണ്ടാക്ട് ഉള്ളതായിരിക്കും. ഓക്കെ, നാളത്തെ ഡേറ്റ് 8-ാം തീയതിയാണ് അല്ലെ. അപ്പൊ നാളെ കാണേണ്ട ആളുകളെ 8-1-2025 എഴുതി ഒരു പേരും ഒരു മൊബൈൽ നമ്പറും. 2 ആളോ ഉള്ളൂ, നോ പ്രോബ്ലം. 5 ആളുണ്ട്, ഓക്കെ. എത്ര ആളെ നാളെ നിങ്ങൾ കാണേണ്ട അവരെ പേരും നമ്പറും എഴുതി വെക്കുക. എന്നിട്ട് നേരം വെളുത്ത് അവരെ കാണാനുള്ള കാര്യങ്ങൾ നോക്കുക, ഇതിന്റെ പ്ലാന് കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെഡിക്കേറ്റ് ആവണം. നമ്മൾ അവിടെ എപ്പോഴും ഡെഡിക്കേറ്റ് ആയി നമ്മളെ ഗോളില് ആ ഗോളിന് വേണ്ട പ്ലാൻ ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും, ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ കണ്ടിരിക്കുമ്പോ കുറെ ഫോട്ടോസ് വന്നൂല്ലേ. ഞാനത് എന്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്തറിയോ? മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാന്ന് കരുതിയിട്ട.
പോസ്റ്റ് ആദ്യം ചെയ്താല് ഈ മീറ്റിംഗ് ആളുകൾ കാണാതെ ചിലപ്പോൾ പോകും. എല്ലാ ആളുകളും ഒരേപോലെ നമ്മളിടുന്ന മെസ്സേജ് കണ്ടോണമെന്നില്ലല്ലോ. പല ആളുകളും പല ചുറ്റുപാടും പല ജോലികളിലും ഇല്ലവരല്ലേ. അപ്പൊ കമ്മ്യൂണിറ്റി ഗ്രൂപ്പില് നജാബ് സാർ അങ്ങേറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കമ്പനിയിൽ നിന്ന് കിട്ടുന്നതാ, മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ കണ്ടതെന്ന്, മൈസൂർ ട്രിപ്പ് അച്ചീവ് ആയവര്, മലേഷ്യൻ ട്രിപ്പ് അച്ചീവ് ആയവര്, അതുപോലെ കമ്പനിയുടെ റാങ്കുകള് അച്ചീവ് ആയവരെ കണ്ടു അല്ലെ. നമുക്കും അച്ചീവ് ആയിക്കൂടെ? 1,00,000 രൂപ നിങ്ങൾ ഒരു ഐഡിയയില് ഇന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അച്ചീവാണ്, മൈസൂർ ട്രിപ്പിൽ അച്ചീവാണ്. ഈ വരുന്ന 23, 24 കേട്ടോ, ഈ 23, 24 പ്രോഗ്രാം മൈസൂർ വെച്ച് നടക്കുന്നത്. അപ്പൊ ഈ 10-ാം തീയതി വരെ നമുക്ക് അവസരം തന്നിട്ടുണ്ട്. ഇന്ന് 7-ാം തീയതിയാണ്, 3 ദിവസം കൂടി ഉണ്ട്. അപ്പൊ മൈസൂർ ട്രിപ്പ് അച്ചീവ് ആവണോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 22 ദിവസം കൊണ്ട്, അതായത് ഒരു മാസത്തിൽ വർക്കിംഗ് ഡേയ്സ് 22 ദിവസമാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് ശനി ഞായർ എന്തില്ല, നമുക്ക് പ്രോഫിറ്റ് കിട്ടൂല, ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടൂല എന്ന് പറഞ്ഞാൽ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടൂല. നമ്മൾ ബിസിനസ്സിലേക്ക് ആളെ കൊണ്ടുവന്നാൽ ഏത് ദിവസവും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മൈസൂർ ട്രിപ്പ് അച്ചീവ് ആവാം. അതിനോടൊപ്പം നമുക്ക് എന്ത് കിട്ടും? ഒരു 21,000-ന്റെയും 22,000-ന്റെയും ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഏത് ബിസിനസ്സിൽ 1,00,000 രൂപ കൊടുത്താൽ 20,000-ന് മുകളിൽ ഇൻകം കിട്ടുന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഓൾറെഡി ഹിസ്റ്ററി അധ്യാപകനാ, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി അധ്യാപകനാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ബിസിനസ്. അതുകൊണ്ടാണ് ഞാൻ അപെക്സ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മൾ കരുതിയേക്കാൾ കൂടുതൽ ഉഷാറായിട്ട്, കൂടുതൽ പ്രൊജക്റ്റുമായിട്ടാണ് അപെക്സ് പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിങ്ങളോട് പറയാൻ നമുക്ക് ടൈം നമ്മൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 23, 24 മൈസൂരിലേക്ക് ചെന്നാൽ എന്താണ് ഫേസ് 1, എന്താണ് ഫേസ് 2, എന്താണ് കമ്പനിന്റെ ഓരോ പ്രൊജക്റ്റും, ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനൊക്കെ പുറമെ നല്ലൊരു ട്രെയിനറും ആ പ്രോഗ്രാമിൽ വരുന്നുണ്ട്. നിങ്ങൾ കേട്ടേക്കും, ഖസാക്ക് ബഞ്ചാലി അല്ലെ, അറിയപ്പെടുന്ന ഒരു ട്രെയിനർ ആ ഖസാക്ക് ബഞ്ചാലി. അദ്ദേഹത്തിന്റെ ഒരു ട്രെയിനിങ് ക്ലാസ്സും കമ്പനി നമുക്ക് തരുന്നുണ്ട്. നമ്മൾ മൈസൂർ ആ വെന്യൂവിൽ എത്തിയാൽ മതി. ബാക്കി അവിടെ താമസവും ഫുഡും എല്ലാ കാര്യം അടിപൊളിയാണ്. നമ്മൾ ഒരു രൂപ ഇവിടെ പേ ചെയ്യണ്ട, എല്ലാം കമ്പനിയാ. അപ്പൊ അതുകൊണ്ട് മൈസൂർ ട്രിപ്പ് അച്ചീവ് ആവണം. ഒരു മാസത്തിൽ 21,000-നും 22,000-നും ഇടക്കുള്ള ഒരു എമൗണ്ട് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ എന്ത് ചെയ്യുക, അത് 1,00,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് നഷ്ടം എന്തെങ്കിലുണ്ടോ? വളരെ സിമ്പിൾ ഇതിന്റെ പ്ലാന്. എങ്ങനെ നമ്മൾ ഒരു എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ 2025 നമ്മുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവാവുള്ളൂ. അല്ലാതെ 24-ഉം 23-ഉം 22-ഉം നമ്മൾ എന്ത് ചെയ്തു അതേപോലെ ഇന്നും ചെയ്യുകയാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ മാറി ചിന്തിച്ച് കുറെ കാര്യങ്ങൾ പഠിച്ച് ബിസിനസിനെ മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാം. അല്ലെങ്കിൽ 2025 നമുക്ക് അനുകൂലമാവാം. അല്ലെങ്കിൽ 2025 ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ആസ്വദിക്കാൻ അവസരമുണ്ട്. ഈ അവസരത്തെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിന് അപെക്സിന്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കുക. അപെക്സിന്റെ പ്ലാൻ വളരെ സിംപ്ലിസിറ്റി ഇല്ലല്ലേ. ഇതൊരു പുതിയ കാലത്തിന്റെ പുതിയ ബിസിനസ്സാ അല്ലെ. ഈ ബിസിനസ് എല്ലാവർക്കും പരിചയമില്ല. നമ്മുടെ നാട്ടിൽ പരിചയമുള്ള ബിസിനസ് നമുക്ക് ട്രഡീഷണൽ ബിസിനസ്, ഇപ്പൊ ഒരു ഇലക്ട്രിക് ഷോപ്പ്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പ്, അല്ലെങ്കിൽ തുണിക്കട, ഒരു പച്ചക്കറിക്കട, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്. നമുക്ക് പരിചയമുള്ള മേഖല ഇതൊക്കെയാണ് അല്ലെ. അതാണോ? അല്ല. അതുപോലെ നമുക്ക് പരിചയമുള്ള മറ്റൊരു മേഖലയുടെ MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെ. ഒരു കമ്പനി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, ആ പ്രൊഡക്റ്റ് വലിയ വിലക്ക് കമ്പനി വിൽക്കുന്നു, അതിന്റെ ഒരു ശതമാനം അതിൽ ജോയിൻ ചെയ്തവർക്കും അതിൽ വർക്ക് ചെയ്യുന്നവർക്കും കൊടുക്കുന്നു. ഇതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അവിടെ പ്രൊഡക്റ്റ് ബേസ്ഡ് ആണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് MLM-ലൊക്കെ ചെയ്ത് വിജയിച്ച ആളുകൾ വളരെ അപൂർവമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊന്നും ഒരു പ്രൊഡക്റ്റ് ബേസ് ചെയ്ത് നമുക്ക് വിജയിക്കാൻ വലിയ പാടാ. കാരണം പ്രൊഡക്റ്റിന് ഓരോരുത്തർക്കും ഓരോ റിസൾട്ടാ കിട്ടി. എല്ലാ കമ്പനികളിലും
ഇന്നും ഒരാൾ എന്നെ വിളിച്ചിരുന്നു കുറച്ച് നേരത്തെ. അയാൾ പറഞ്ഞെന്താ, പ്രൊഡക്റ്റ് ബേസ് ചെയ്ത് മതിയായി മാഷ ക്ലാസ് ഞാൻ 2-3 ദിവസമായി കേൾക്കുന്നു, ഞാൻ അപെക്സിനെ കുറിച്ച് കേൾക്കുന്നു, യൂട്യൂബിൽ വീഡിയോ കണ്ടു മാഷെ, എനിക്ക് അപെക്സിൽ ഐഡിയ അടിച്ചു തരണം, എന്നെ രക്ഷപ്പെടുത്തി തരണം, ഞാൻ കുറെ കാലമായി MLM ചെയ്യുന്നു, പ്രൊഡക്റ്റ് ബേസ് മതിയായി. എന്താ കാര്യം? പ്രൊഡക്റ്റ് ബേസിൽ ഓരോ വെൽനസ് പ്രൊഡക്റ്റ് ആണ്. ഈ വെൽനസ് പ്രൊഡക്റ്റിനെ ഓരോ വ്യക്തികളുടെ ശരീരത്തിലും ഓരോ റിസൾട്ടാണ് തരുന്നത്. എന്റെ റിസൾട്ട് അല്ല കിട്ടുക ജോൺ തോമസ് സാറിന്, ആ ജോൺ തോമസ് സാറിന് റിസൾട്ട് അല്ല കിട്ടുക കുമാർ സാനു സാറിന്, അയാളുടെ റിസൾട്ട് അല്ല ജിനു സാറിന് കിട്ടുക. ഓരോരുത്തർക്കും ഓരോ റിസൾട്ടാണ് കിട്ടുക. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ശരീരപ്രകൃതി അനുസരിച്ച് റിസൾട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് അതാണ് മുമ്പ് നമ്മുടെ എന്താണ് പത്തനംതിട്ടയിലൊക്കെ അല്ലെ, ഞാൻ കമ്പനി പേര് പറയില്ല, പത്തനംതിട്ടയിലൊക്കെ എന്ത് ചെയ്തു, ആ കമ്പനി MLM കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്തൊക്കെ നമുക്കറിയാം. അവസാനം ഈ കമ്പനി നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതാണ് MLM-ന്റെ പ്രൊഡക്റ്റ് MLM-ന്റെ മോശമാണെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ MLM-ന്റെ പ്രൊഡക്റ്റ് ബേസ് ചെയ്ത വ്യക്തിയാണ്. എല്ലാ MLM-ന്റെ പ്രൊഡക്റ്റുകളും സൂപ്പർ പ്രൊഡക്റ്റാ. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് നോക്കിയാലും, RCM ആയാലും മോദി കെയർ ആയാലും ഇൻഡസ്ട്രി ആണെങ്കിലും അതുപോലെ മൈ ലൈഫ്, എല്ലാത്തിനും പ്രൊഡക്റ്റ് സൂപ്പർ. പക്ഷെ അതിൽ സാധാരണക്കാർ രക്ഷപ്പെട്ടു പോവാനേ അതിന്റെ ഇൻകം പ്ലാൻ അതിന് ഇൻകം പ്ലാന് അത്ര എന്തല്ല, സാധാരണക്കാര് വരുമാനം തരുന്ന പ്ലാനല്ല അതിന്റെ കോമ്പൻസേഷൻ പ്ലാന് കുറച്ച് എഡ്യൂക്കേറ്റ് ആയി അല്ലെങ്കിൽ കുറച്ച് വായ സാമർഥ്യമുള്ള ആള്, കുറച്ച് വിദ്യാഭ്യാസമുള്ള ആള്, അയാൾക്ക് അതിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. പിന്നെ ഇന്നെല്ലാം വിൽക്കാൻ സാമർഥ്യം വേണം, വായ സാമർഥ്യം വേണം, സംസാരിക്കാൻ കഴിയണം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? MLM-ല് വിജയിക്കാൻ കഴിയുള്ളൂ. ഇവിടെ അപെക്സിലോ, ഇവിടെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കണോ? വേണ്ട. നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ പ്രോഫിറ്റ് നേടാം. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് അപെക്സ് എന്ന കമ്പനി ഏൽപ്പിക്കുകയാണ് നമ്മള് അല്ലെ. അതിന് നമ്മളെ ക്യാഷ് വാങ്ങുന്നതിന് കമ്പനി നമുക്ക് ഇന്ന് നമ്മളൊരു ഐഡിയ അടിച്ച് ആക്ടിവേഷൻ ചെയ്താല് നാളെ മുതൽ കമ്പനി നമുക്ക് വരുമാനം തരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇന്നൊരാൾ ഐഡിയ അടിച്ച് ആക്ടിവേഷൻ ചെയ്താല് അയാൾക്ക് 225 ദിവസം പ്രോഫിറ്റ് കമ്പനി കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന സംഖ്യക്കുള്ള അപെക്സ് ടോക്കന് ചേക്കും ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയാം, ഒരാള് 9,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ആ 9,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾക്ക് ആ സ്പോട്ടില് ആ 9,000 രൂപ സ്റ്റേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്താ, ആ സ്പോട്ടില് 1000 അപെക്സ് ടോക്കൺ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഐഡി ഓപ്പൺ ചെയ്ത് ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റും, ടോട്ടൽ സ്റ്റേക്കഡ് ഇത്ര രൂപ, ഇത്ര USD. അപ്പൊ 100 USDT, അതാണ് 9,000 രൂപ. ആ 9,000 രൂപ അവിടെ സ്റ്റേക്ക് ചെയ്തു. ഇനി നമുക്ക് നാളെ മുതൽ, ഇന്ന് ആക്ടിവേഷൻ ചെയ്ത വ്യക്തിക്ക് നാളെ മുതൽ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തരുന്നുണ്ട് 225 ദിവസം. അപ്പൊ 9,000 രൂപ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താൽ, ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്താൽ അയാൾക്ക് നാളെ മുതൽ $1 വരും. $1 മീൻസ് ഇന്ത്യൻ രൂപയെ ബേസ് ചെയ്ത് പറയുമ്പോൾ 90 രൂപ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദിവസം 9,000 ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് 90 രൂപ കിട്ടുകയാണ്. നിങ്ങൾ ഇന്നിവിടെ ഏതെങ്കിലും ഒരു ഷോപ്പില്, ഒരു കടയില് ഒരു 9,000 രൂപ കൊടുത്താൽ ആരാ നിങ്ങൾക്ക് 90 രൂപ ഡെയിലി തരിക? ഒരു ദിവസം കിട്ടൂല. ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് 9,000 ചെയ്തപ്പോൾ ഡെയിലി മീൻസ് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 5 ദിവസം കമ്പനി നിങ്ങൾക്ക് 90 രൂപ വെച്ച് തരികയാണ്. ഇങ്ങനെ 90 രൂപ തരുന്നത് 225 ദിവസം തുടരും. അപ്പൊ നിങ്ങൾ 9,000 ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 225 ദിവസം ROI കിട്ടും. അത് നിങ്ങൾ കൂട്ടി നോക്കിയാൽ 20,250 രൂപ ഉണ്ടാകും. ഇനി നിങ്ങൾ 225 ദിവസം കഴിഞ്ഞാലോ, നിങ്ങൾ 9,000 ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ സ്പോട്ടിൽ കമ്പനി എന്ത് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് 1000 അപെക്സ് ടോക്കൺ തന്നിട്ടുണ്ട്. ഈ 1000 അപെക്സ് ടോക്കന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അന്നത്തെ മാർക്കറ്റിലെ
വില അനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് ഇങ്ങ് വിൽക്കാം. അപ്പൊ നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ നിന്ന് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഏത് എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, ആ എയർപോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കയ്യിലുള്ള ഇന്ത്യൻ രൂപനെ നമ്മൾ അവിടെ ബാങ്ക് എക്സ്ചേഞ്ചിൽ കൊടുക്കും. എയർപോർട്ടിൽ എക്സ്ചേഞ്ചിൽ കൊടുത്തിട്ട് നമ്മളെ രൂപനെ ഡോളറോ അല്ലെങ്കിൽ ദിനാറോ ദിർഹമോ ഒക്കെ ആക്കി മാറ്റും ഇല്ലേ. എന്നിട്ട് നമ്മൾ യാത്ര പോവുക. എന്നതുപോലെ നമുക്ക് 225 ദിവസം കഴിയുമ്പോൾ നമ്മൾ 9,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ 1000 അപെക്സ് ടോക്കനെ നമുക്ക് വിൽക്കാം. ഇന്ന് നമുക്ക് അപെക്സ് ടോക്കൺ കിട്ടുന്നത് ചെറിയൊരു പൈസക്കാണ് അല്ലെ. നിങ്ങൾക്കറിയാം, നമുക്ക് ചെറിയൊരു പൈസക്ക് അപെക്സ് ടോക്കൺ കിട്ടുന്നത്. ഇവിടെ കമ്പനി അവകാശപ്പെടുന്നത് ഒരു 225 ദിവസം കഴിയുമ്പോൾ 365 ദിവസം കഴിയുമ്പോൾ ഒരു അപെക്സ് ടോക്കന് വില 10ഉം 12ഉം 15ഉം ഒക്കെ ആവുന്ന കമ്പനിയുടെ അവകാശവാദം. അതിനുവേണ്ടി കമ്പനി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ പേഴ്സണലി എന്റെ നിഗമനം, ഞാൻ 10ഉം 12ഉം 15ഉം ഒന്നും പറയുന്നില്ല. ഞാൻ പറയുന്നു ഒരു അപെക്സ് ടോക്കന് 5 USDT ആയാൽ, അത് 10 രൂപക്കും 9 രൂപക്കും നമുക്ക് അപെക്സ് ടോക്കൺ കിട്ടി. ഈ അപെക്സ് ടോക്കന്റെ വില ഒരു ടോക്കന്റെ വില 5 USDT ആയാൽ 9,000 കൊടുത്ത വ്യക്തിക്ക് എത്ര അപെക്സ് ടോക്കൺ കിട്ടിയിട്ടുണ്ട്? 1000 അപെക്സ് ടോക്കൺ കിട്ടിയിട്ടില്ലേ? 1000 × 5 5000. 5000 × 90, ഒരു USDT എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഇന്ത്യൻ രൂപയാണ്. അപ്പൊ 5000 × 90 4.5 ലക്ഷം രൂപ കിട്ടൂലേ? ഇനി ഞാൻ പറഞ്ഞ 5 USDT പകരം ഒരു ടോക്കന്റെ വില 2.5 ആയി എന്ന് വെച്ചോളൂ നിങ്ങള്. എന്നാ ഞാൻ പറഞ്ഞതിന്റെ പകുതി കിട്ടൂലേ? 2.5 ലക്ഷം കിട്ടൂലേ? ഇനി നിങ്ങൾ $1 വെച്ച് ഒരു USDT ആയിരുന്നു എഴുതിക്കോളി, എത്ര രൂപ കിട്ടും അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കൊരു നഷ്ടമില്ല. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യണം ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ 9,000 കൊടുത്ത് മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ നമ്മൾ 1 ലക്ഷം ഇട്ടു നമ്മൾ മിണ്ടാതിരുന്നു, നമ്മൾ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് മിണ്ടാതിരുന്നു, നോ പ്രോബ്ലം. നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പ്രോഫിറ്റ് നമുക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കും. ഒരു കുഴപ്പമില്ല, വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എത്രയാണോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സംഖ്യ ഒരു 4.5 മാസം കൊണ്ട് നമുക്ക് കിട്ടും ചെയ്യും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് നഷ്ടമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ആർക്കെങ്കിലും ഈ ബിസിനസ് അവസരം കൊടുത്താൽ ആരെങ്കിലും എന്തെങ്കിലും പറയോ? ഇല്ല. ഇവിടെ നിങ്ങൾ പാടത്ത് പണിയെടുത്ത വരമ്പത്ത് കൂലി എന്നാ ഞാൻ പറയാം. ഞാൻ മലപ്രകാരനാ, എന്റെ ഭാഷയിൽ പറയാം, പാടത്ത് പണിയെടുത്ത വരമ്പത്ത് കൂലിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ എന്ന് ഇൻവെസ്റ്റ് ചെയ്തു നാളെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കയറും. എന്റെ ടീമിൽപ്പെട്ട ഒരാൾ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് എന്റെ അടുത്ത് വന്നു. ഒരു സംഖ്യ അയാൾ ഇൻവെസ്റ്റ് ചെയ്തു, അയാളെ മുമ്പ് ചെയ്തതാ. അപ്പൊ അയാൾക്ക് ഈ സ്പോട്ടില് റഫറൽ ഇൻകം കിട്ടുന്നത് കാണണമെന്നാണ്. അന്ന് അത് കാണാറ് ഞാൻ. അയാൾ എനിക്ക് ക്യാഷ് എന്റെ ഗൂഗിൾ പേക്ക് എനിക്ക് ചെയ്തു, ഞാനത് കമ്പനി കൊടുത്തു. അപ്പൊ കമ്പനി USDT എനിക്ക് അപ്പൊ തന്നെ. നമ്മളെ കസ്റ്റമർ കെയർ അപെക്സിന് എത്ര സൂപ്പർ അറിയങ്ങള്. ഞാൻ ഇന്ന് 24 കൊല്ലം പല കമ്പനിയിലും പണിയെടുത്തിട്ടേ ഈ അപെക്സ് കസ്റ്റമർ കെയർ പോലെ ഒരു കസ്റ്റമർ കെയർ ഞാൻ കണ്ടിട്ടില്ല. എന്താ നിങ്ങള് എന്ത് കൊടുത്താലും പുട്ട് തേങ്ങട്ടമായില്ല, മറുപടി അപ്പട് കിട്ടുക. അതിൽ ഞാന് അൻവർ സാർ ബിഗ് സല്യൂട്ട് കൊടുക്കുക. ബിഗ് സല്യൂട്ട് അൻവർ സാർ. എന്താ നിങ്ങൾ എന്ത് കൊടുത്താലും. അതുപോലെ ഒരു ലേഡി, എന്റെ ടീമിൽപ്പെട്ട ഒരു ലേഡി 2 ദിവസം മുമ്പ് എന്ത് ചെയ്തു, ഒരു ക്യാഷ് വിഡ്രോ ചെയ്തു. ആ ക്യാഷ് വിഡ്രോ ചെയ്തപ്പോ അവർ എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചു, മാഷെ എന്റെ ക്യാഷ് കിട്ടിയില്ല മാഷെയാറുണ്ട്. അപ്പൊ ഞാൻ പറയും നിങ്ങൾ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ അവരെ ബാങ്ക് MDC ബാങ്കാ. ആ MDC ബാങ്ക് വന്നൊരു കേരള ബാങ്ക് ആയിട്ടുണ്ട്. അപ്പൊ അവരെ IFSC കോഡിന് ചില പ്രശ്നങ്ങളുണ്ട്. അതുപോലെ അയക്ക് എന്ത് ചെല്ലൂല, ആ അക്കൗണ്ടിക്ക് MDC ബാങ്ക് എന്ത് ചെയ്യൂല, IMBS പോകൂല. ഒരു ബാങ്കിലൊരു ഉദ്യോഗസ്ഥ കേട്ടോ, എന്നിട്ടും അവര് കിട്ടുന്നതാ. അപ്പൊ ഞാൻ കമ്പനിക്ക് കൊടുത്തു, ഇവര് ബാങ്ക് MDC ആണ്. അപ്പൊ അവരോട് പറഞ്ഞു, മാഷ അവരെ ബാങ്കൊക്കെ IMBS പോവില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, വേറെ അക്കൗണ്ട് തരി. അവരെ സ്പോട്ടിൽ അവരെ വേറെ അക്കൗണ്ട് തന്നു, അവരെ വൈഫിന്റെ അക്കൗണ്ട് തന്നു, SBI അക്കൗണ്ട് തന്നു.
അത് ഞാൻ അപ്പൊ കമ്പനിക്ക് ഇട്ട് കൊടുത്തു. 5 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്ക് ഒരു അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തി. കമ്പനി സ്പോട്ട് ലിങ്ക് വിവരം അറിയിച്ചു, മാഷെ ക്യാഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ലേഡിക്ക് വിവരം കൊടുത്തു, നിങ്ങളെ അക്കൗണ്ട് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അവർ വലിയ സന്തോഷം. അതാണ് എന്ത് കാര്യം. അതുപോലെ എന്തായാലും എനിക്ക് ഒരാളായിട്ട് മാഷ എന്റെ അക്കൗണ്ടിൽ ക്യാഷ് കമ്മി ഉണ്ട്, അപ്ഗ്രേഡിൽ പോയപ്പോ ക്യാഷ് കമ്മി ഉണ്ട്, ഞാൻ കൊടുത്തു, മറുപടി കിട്ടുന്നു. അത് അൻവർ സാർ എന്ത് കൊടുത്താലും, കസ്റ്റമർ കെയറിന് എന്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് കൊടുത്താലും അതിന് ഉത്തരം പെട്ടെന്ന് കിട്ടും. അതാണ് അപെക്സ്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇതേപോലെ കസ്റ്റമറെ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ എന്തും ചെയ്തു തരാൻ ഒരു കമ്പനിയും അതിന്റെ ബന്ധപ്പെട്ടവരും ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ബിസിനസ് പഠിക്കുക, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, ഈ ബിസിനസ് നമ്മൾ നെഞ്ചോട് ചേർത്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതേപോലെ അവസരം പടച്ചോനെ ദുന്യാവുന്ന പടച്ചോന്റെ ഭൂമിയിൽ നിന്ന് കിട്ടാല്ല, ദൈവത്തിന്റെ ഭൂമിയിൽ ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഈ ബിസിനസ് അവസരം കിട്ടാല്ല. എന്തേ? അത് മാഷിന്റെ ഡയലോഗാന്ന് നിങ്ങൾ പറയണ്ട. ഇവിടെ ഒരു 9,000 അല്ലെങ്കിൽ 4,500 ഉണ്ടാക്കിയിട്ട് ഒരു 4,500 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ 9,000 ചെയ്തു, അല്ലെങ്കിൽ 1 ലക്ഷം ചെയ്തു, അല്ലെങ്കിൽ 5 ലക്ഷം ചെയ്താല് നിങ്ങൾ മിണ്ടാതിരുന്നോളൂ, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇന്ന് ചെയ്താൽ നാളെ മുതൽ പ്രോഫിറ്റ് കിട്ടൂലേ? നിങ്ങൾക്ക് ആ പ്രോഫിറ്റിന് നിങ്ങളെ ഐഡിയിലേക്ക് വരുന്ന, നിങ്ങളെ വാലറ്റിലേക്ക് വരുന്ന എമൗണ്ടിന് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കും മാറ്റിക്കൂടെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ട വീഡിയോ അല്ലെ, യൂട്യൂബ് വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. ഞാൻ സ്ക്രീൻ വീഡിയോ ഇടാറ്. എന്തറിയോ, നമ്മളിങ്ങനെ ഡയലോഗ് അടിച്ചു വന്ന ആളുകൾ വിശ്വസിക്കൂല. അപ്പൊ ഞാൻ എന്താ ചെയ്യല്, ഞാൻ എന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ എന്റെ ഭാര്യ മക്കളെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഞാൻ അതിൽ വിഡ്രോ ചെയ്യുന്ന സ്ക്രീൻ വീഡിയോ അങ്ങനെ എടുക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് കഴിഞ്ഞ മാസം ഞാൻ എന്റെ ഭാര്യന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് മാറ്റി, എന്റെ ഒരു മോളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് മാറ്റി, എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയില്ലേ? അപ്പൊ നമ്മളെ ക്യാഷ്, നമുക്ക് വന്ന ഇൻകം നമ്മളെ വാലറ്റിൽ നിന്ന് ഏത് അക്കൗണ്ടിലേക്ക് മാറ്റാം? ഇന്നലെ ഇപ്പൊ എന്റെ നാട്ടുകാരൻ ഒരാൾ എന്ത് ചെയ്തു, അയാളൊരു സുഹൃത്തിന് കുറച്ച് ക്യാഷ് കൊടുക്കാണ്ട് പോലും. അയാൾ പറഞ്ഞു, മാഷെ എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റണ്ട, ഇത് ഈ സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാം. ഞാനത് അടിച്ചു കൊടുത്തു. ഇയാള് OTP എനിക്ക് പറഞ്ഞു തന്നു. ഇന്ന് കാലത്ത് അയാൾ എനിക്ക് മെസ്സേജ് ചെയ്തു, മാഷെ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. കമ്പനി ഇവിടെ പറയുന്നത് നമ്മൾ വിഡ്രോ കൊടുത്താല് 48 മണിക്കൂർ മുതൽ 72 മണിക്കൂറിനുള്ളിൽ വരുന്ന പറയണത്. എന്നാലോ ഇവിടെ നടക്കുന്ന എന്താ നിങ്ങൾക്ക്, ഇന്ന് നമ്മൾ വിഡ്രോ ചെയ്താല് നാളെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. അതാണ് അപെക്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കാണി, നമ്മള് മുൻകൂട്ടി ഒരു ആധാർ കാർഡോ പാൻ കാർഡോ ബാങ്ക് പാസ്ബുക്ക് ഒന്നും കൊടുക്കണ്ട. നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഏത് അക്കൗണ്ടും നമുക്ക് കൊടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ കമ്പനിയിൽ ID ക്രിയേഷൻ ചെയ്തപ്പോൾ, ID അടിച്ചപ്പോൾ ഏത് മെയിൽ ID ആണോ നമ്മൾ കൊടുത്തത്, ആ മെയിൽ ID-യിലേക്ക് OTP വരും. ആ OTP അവിടെ വിഡ്രോ ചെയ്യുമ്പോൾ അടിച്ചു കൊടുത്താൽ മാത്രമേ നമ്മൾ കൊടുത്ത അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ഏത് അക്കൗണ്ടിലേക്ക് മാറ്റാം? അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്ത് തരുന്ന ഒരു കമ്പനി നിങ്ങൾക്ക് കാണാൻ പറ്റൂല. നിരവധി ക്രിപ്റ്റോ കറൻസികളുണ്ട്, കമ്പനികളുണ്ട്. ഞാൻ നാളെ പറഞ്ഞില്ലേ, 16,000 ചില്ലാനം ക്രിപ്റ്റോ ഉണ്ട്. ഇതൊരു പുതിയ ബിസിനസ്സാ, പുതിയ കാലത്തിന്റെ പുതിയ ബിസിനസ്. അപ്പൊ നമ്മൾ ഇതൊന്ന് പഠിക്കണം. ഓൾറെഡി അപെക്സ് ടോക്കന് 6 എക്സ്ചേഞ്ചിലുള്ളൊരു കമ്പനി അപെക്സ് ആണ്, ടോക്കനാണ്. അതുപോലെ 2 വാലറ്റിലുള്ളതാണ്. ഇത് ഏത് പൊട്ടനും സെർച്ച് ചെയ്യാൻ പറ്റും, ഗൂഗിൾ അടിച്ചോ കിട്ടും. ആർക്കും സെർച്ച് ചെയ്യാം, ആർക്കും പഠിക്കാം, ആർക്കും മനസ്സിലാക്കാം. നമ്മളിവിടെ ആരോടും കളവ് പറയേണ്ട ഒരു കാര്യമില്ല. നമുക്ക് അപെക്സിലുള്ള കാര്യം തന്നെ പറയാൻ നേരമില്ല, പിന്നല്ലേ കളവ് പറയേണ്ടത്? അപ്പൊ അത്രയും സിംപ്ലിസിറ്റി ഉള്ള ഒരു പ്ലാനാണ്, ഒരു കോമ്പൻസേഷൻ പ്ലാനാണ് അപെക്സിനുള്ളത്. 9,000 അല്ലെങ്കിൽ 4,500 ഇൻവെസ്റ്റ് ചെയ്തു, അയാൾക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടും. ഇനി ഒരാൾ ഇൻവെസ്റ്റും ചെയ്തു, ഇയാൾ വർക്കും ചെയ്യാന്ന് വെച്ചോളൂ. ഇപ്പൊ ഇവിടെ പ്രകാശ് സാറ് 9,000 ഇൻവെസ്റ്റ് ചെയ്തു. പ്രകാശ് സാർ എന്ത് ചെയ്തു, ജോൺ തോമസ് സാറിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. എന്നാലോ പ്രകാശ് സാർ 9,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും ജോൺ തോമസ് സാറിന് ID അടിച്ചു കൊടുത്തിട്ട്
9,000 പ്രകാശ് സാറിന്റെ കെയർ ഓഫില് ഉള്ളിന്റെ ലിങ്കില് തോമസ് സാർ ജോയിൻ ചെയ്ത് ആക്ടിവേഷൻ ചെയ്താൽ ആ സ്പോട്ടിൽ പ്രകാശ് സാറിന് എന്ത് കിട്ടും? അവിടെ $10 കിട്ടും. പ്രകാശ് സാറിന്റെ ID വെച്ചാണ് ജോൺ തോമസ് സാറ് എൻട്രി ചെയ്തത്. അപ്പം റഫറൽ ഇൻകം ആയിട്ട് പ്രകാശ് സാറിന് ആ സ്പോട്ടിൽ എന്ത് കിട്ടും? $10, 10 USDT കിട്ടും. 10 USDT മീൻസ് 900 ഇന്ത്യൻ രൂപ. ഇനി പ്രകാശ് സാറിന് ഞാൻ ഒരു സൈഡിൽ സപ്പോർട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അതിന്റെ ലെഫ്റ്റോ റൈറ്റോ എവിടെ ആവാം. അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗത്ത് കുറെ എൻട്രികൾ ആക്ടിവേഷൻ ആയി വന്നിട്ടുണ്ട്. ആ എൻട്രിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് പ്രകാശ് സാറ് ജോൺ തോമസ് സാറിന് അപ്പോയിന്റ്മെന്റ് ചെയ്തത്. എന്നാ എന്ത് കിട്ടും? പുള്ളിക്കാരന് നാളെ ഒരു $10 ബൈനറി ഇൻകം ആയിട്ട് കിട്ടും. എന്ത്? റഫറൽ ഇൻകം നമുക്ക് സ്പോട്ട് കിട്ടും. എപ്പോഴാണോ ജോൺ തോമസ് സാർ ആക്ടിവേഷൻ ചെയ്യുന്നത് ആ സ്പോട്ടിൽ കിട്ടും റഫറൽ ഇൻകം. പിന്നെ ബൈനറി നാളെ അദ്ദേഹത്തിന് അത് വേറെ. അപ്പൊ നിങ്ങൾ 9,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയും ഒരു വ്യക്തിനെ നിങ്ങൾ 9,000 ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ സ്പോട്ടിൽ $10 കിട്ടും. പിറ്റേ ദിവസം മാച്ച് വെക്കുമ്പോൾ $10 വേറെയും കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 9,000 രൂപക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കെയർ ഓഫിൽ ഒരാൾ 9,000 ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് റഫറൽ ഇൻകം ആയിട്ട് $10, അതുപോലെ തന്നെ ബൈനറി മാച്ചിങ് ആയിട്ട് $10, ടോട്ടലി $20 കിട്ടും. $20 മീൻസ് 1,800 രൂപ. നിങ്ങൾ മനസ്സിലാക്കുക, ഈ കാലഘട്ടത്തിൽ ഏത് ബിസിനസിന് ഏത് തൊഴിലിന് പോയാൽ നമുക്ക് ഇന്ന് ഒരു 1,800 രൂപ ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കി. നമ്മളെ മൈസൂർ ട്രിപ്പൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ടി, പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാ നോക്കുക. നിങ്ങൾ നോക്കി, ഇന്നൊരു ഷോപ്പിൽ ഒരു പെണ്ണ് പോയ, ഒരു ജോലിക്ക് ഒരു ലേഡി പോയാൽ കാലത്ത് 9 മണിക്കോ 8 മണിക്കോ ആ ഷോപ്പിൽ കയറിയാൽ വൈകിട്ട് 5 മണിക്കും 6 മണിക്കോ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ രാത്രി 8 മണിക്കൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിൽ ആ ഷോപ്പ് ഉടമയോട് ചോദിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെ ഒരു പെൺകുട്ടി ഡ്രസ്സ് മാറി കുളിച്ച് കുറിയിട്ട് സാരി മാറ്റിപ്പോയ എന്താ കിട്ടുക? 200 രൂപ വരെ എന്നാ കിട്ടും, അല്ലെങ്കിൽ 300 രൂപ കിട്ടും, ഇല്ലേ? എന്നിട്ടോ അതിന് ബസ് ഫെയർ ഓട്ടോ ചാർജ് ഒക്കെ കഴിച്ചാൽ എന്താ ബാക്കി ഉണ്ടാവുക? നിങ്ങൾ മനസ്സിലാക്കി. ഇവിടെയോ, ഇവിടെ നിങ്ങൾ ഒരാളെയും കാണാൻ പോകണ്ട. നിങ്ങളെ മൊബൈൽ എടുത്ത് നിങ്ങളെ കോണ്ടാക്റ്റിലൂടെ ഈ അവസരത്തൊന്ന് പറഞ്ഞാൽ ഒരു നിങ്ങളെ കൂടെ എൻട്രി വെച്ച് വന്നാൽ ആ എൻട്രി ചെയ്ത വ്യക്തിന്റെ എമൗണ്ട് എത്രയാണോ അതിന്റെ 10% നിങ്ങൾക്ക് കിട്ടൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളെ കെയർ ഓഫിൽ ഇന്നൊരാൾ 1,00,000 രൂപ വെച്ച് വന്നാൽ അയാൾ ചെയ്തതിന്റെ 10% നിങ്ങൾക്ക് കിട്ടൂല. 10,000 നാളെ കിട്ടൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത്രയും നല്ലൊരു ബിസിനസിനെ നമ്മൾ മനസ്സിലാക്കാതെ പോവല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്നൊരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടി എത്ര രൂപ മുതൽ മുടക്കണം? നമ്മളൊരു ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിച്ചു കൊണ്ട് ഒരു ബിൽഡിംഗ് ഓണറെ സമീപിച്ചു. നല്ലൊരു സൈറ്റിലാണ്, നല്ലൊരു സ്ഥലത്താണ്, സിറ്റിയിലാണ്. ഒരു കാലി റൂമുണ്ട്. ആ റൂം അടച്ചു വെച്ചൊക്കെ മാത്രമേ ഉള്ളൂ. ഒരു റൂം ഉണ്ടാവും, ഒരു ഷട്ടർ ഇട്ട റൂം ഉണ്ടാവും. പിന്നെ നമ്മൾ അതിന് ഗ്ലാസ് ഫിറ്റ് ചെയ്യണം, അതിന് ഡെക്കറേഷൻ ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അതിന് രൂപ എത്ര ചെലവാകും? കണക്ക് കൂട്ടൂ. മിനിമം 1,00,000, 2,00,000, 5,00,000 ഒക്കെ ഡെക്കറേഷൻ വരൂലേ കട ഷോ ചെയ്യാന്, അല്ലേ? എന്നിട്ടോ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ കൊണ്ടു വെക്കണം, അല്ലേ? അതിന് റാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സാധനങ്ങൾ വേണ്ടതൊക്കെ വെച്ചു. പിന്നെ അതിന്റെ ജോലിക്കാരനെ 1 2 ജോലിക്കാരും വെക്കണ്ടേ? അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ തന്നെ ഒരു മാസം കഴിയുമ്പോൾ ഈ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം, കറണ്ട് വാടക കൊടുക്കണം, ബിൽഡിംഗ് റെന്റ് കൊടുക്കണം, അല്ലേ? അങ്ങനെ എന്തൊക്കെ ചെലവുകളുണ്ട്. പിന്നെ നമ്മൾ രാപ്പകലില്ലാതെ ടെൻഷൻ അടിച്ച് ഈ ബിസിനസിന്റെ പിറകിൽ നമ്മൾ നടന്നത് വേറെയും. എന്നിട്ട് എന്താ കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ കിട്ടുക? ഒരു മാസത്തിൽ ഒരു ഷോപ്പിൽ നിന്ന് 10,000 റുപ്യ കിട്ടുന്നുണ്ടോ? ലക്ഷങ്ങൾ ഇവിടെ ചെലവാക്കിയിട്ടുണ്ട്. 10 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷവും ഒക്കെ ചെലവാക്കിയിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം ഒരാളോട് നമ്മളെ ബിസിനസ് ഷെയർ ചെയ്തപ്പോ അയാൾ പറഞ്ഞു, മാഷെ നിങ്ങൾ ഒരാഴ്ച മുമ്പ് പറയേണ്ടിയിരുന്നിരുന്നു.
ഞാൻ പറയാം എനക്ക് കേൾക്കാൻ യോഗം ഉണ്ടായത് ഇപ്പോഴാണ്. അയാൾ പറയും ഞാൻ ഒരു കഫ്റ്റീരിയ, അതായത് നമുക്കറിയാം ബർഗർ സാൻഡ്വിച്ച് ഒക്കെ വെക്കുന്ന ഷവർമയൊക്കെ വെക്കുന്ന ഷോപ്പിൽ പാർട്ണർഷിപ്പായ മാഷെ എത്ര കൊടുത്തു ചോദിച്ചു. 25 ലക്ഷം. എന്താ കിട്ടുന്ന ചോദിച്ചു. അതിന്റെ പാരൊന്നും പറയണ്ട. ഒരു 5000 രൂപ പോലും അയാൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയും 25 ലക്ഷം കൊടുത്തിട്ടേ ഒരു മാസത്തിൽ 5000 കിട്ടുന്നില്ല. സുഹൃത്തുക്കൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 21,000-ന്റെയും 22,000-ത്തിനും ഇടയ്ക്കില്ല എമൗണ്ട് കിട്ടൂലേ? ടെൻഷൻ ഉണ്ടോ? 22 ദിവസം കൊണ്ട് കിട്ടൂലേ? ആലോചിച്ച് നോക്കിയേ. ഇവിടെ നിങ്ങൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തില് ഒരു 2.15, 2.17 ഇടയ്ക്കുള്ള എമൗണ്ട് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നല്ലോണം നോക്കണം. നിങ്ങൾ എപ്പോഴും കമ്പാരിസൺ ചെയ്യണം. നിങ്ങൾ 2 ബിസിനസ് താരതമ്യം ചെയ്യുക. 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ചിട്ടിന്റെ നിങ്ങൾ വിളിക്ക്. ആ വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ. സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എത്രങ്ങാൻ നേരം വെളുത്ത എത്ര രൂപ കിട്ടും നിങ്ങൾക്ക്. ഇന്ന് നിങ്ങൾ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. നാളെ നേരം വെളുത്താൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ. പലപ്പോഴും ഞാൻ മെസ്സേജ് തന്നിട്ടുണ്ട് പലർക്കും, ഇല്ലേ? ഇവിടെ നമ്മൾ 25 ലക്ഷം മുടക്കി അല്ലെങ്കിൽ 10 ലക്ഷം മുടക്കിയിട്ട് കാത്തിരിക്കുക, എന്നിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ കാലഘട്ടത്തിൽ ഓരോ ബിസിനസ് ഉണ്ടാവും. അതിനെ നമ്മളൊന്ന് തിരിച്ചറിയാം. എന്ന് എല്ലാവർക്കും അറിവുണ്ട്. ഒരാളോടൊന്നും പറയണ്ട. ആരോടും എന്തെങ്കിലും പറഞ്ഞു നോക്കാണി അവര് പറയും അതൊക്കെ എനിക്കറിയാം, അതൊക്കെ എനിക്കറിയാം. അറിവൊന്നും ആർക്കും കുറവില്ല. എന്താ കാര്യം? ഞാൻ എപ്പോഴും പറഞ്ഞ ഡയലോഗും അറിയാലോ. പഴയ കാലത്ത് മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് എന്താ പറയണത്? മാതാപിതാ ഗൂഗിൾ ദൈവം. അപ്പൊ ഗൂഗിളിനോട് ചോദിച്ചാൽ എല്ലാം കിട്ടും, അല്ലേ? നിങ്ങൾക്കത് ഇംഗ്ലീഷ് മെസ്സേജ് കിട്ടി, നിങ്ങൾക്കത് ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തൂടെ? കുറച്ച് ദിവസം മുമ്പ് നമ്മളെ കമ്പനി നമുക്കൊരു മെസ്സേജ് വന്നു, അല്ലെ? അപ്പൊ അത് ഇംഗ്ലീഷിലായിരുന്നു. അപ്പൊ ഞാൻ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു പോസ്റ്റ് ചെയ്തപ്പോൾ മാഷ ഇംഗ്ലീഷ് അറിയില്ല മാഷ. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. ഒരു വലിയ സന്തോഷം. അപ്പൊ ഏത് പൊട്ടനും ഇംഗ്ലീഷ് അറിയണ്ട. നിങ്ങൾക്ക് ഒന്നും അറിയണ്ട. ഇംഗ്ലീഷിൽ മെസ്സേജ് കിട്ടി, നിങ്ങൾക്ക് അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തൂടെ? അപ്പൊ എല്ലാം എന്ന് ചോദിച്ചാൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് ജനങ്ങളോട് ഇന്ന് എന്ത് കാര്യങ്ങൾ പറഞ്ഞ ആളുകൾ എന്താ പറയാറിയോ? അതൊക്കെ എനിക്കറിയാം. എന്നാലോ? അപ്പൊ ഞാൻ പറയുന്നതല്ലോ, എല്ലാവർക്കും അറിവുണ്ട്, അറിവ് ആർക്കും കുറവില്ല. പക്ഷെ എന്തില്ല? തിരിച്ചറിവ് പറഞ്ഞ സാധനം ഉണ്ട്. എന്ത് തിരിച്ചറിവ്? അതെല്ലാവർക്കും ഇല്ല. അതാണ് ഇവിടെ സാധാരണക്കാരുടെ പ്രശ്നം. അപ്പൊ അതുകൊണ്ടാണ് സാധാരണക്കാരൻ രക്ഷപ്പെടാത്തത് എന്ന്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 4,500 എവിടുന്നെങ്കിലും സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ 9,000 സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ 1 ലക്ഷം കഴിയുന്നവർ അത് ചെയ്യും. 2 ലക്ഷം, 3 ലക്ഷം, എത്ര നിങ്ങൾക്ക് കഴിയുക. ഞാൻ ഒരു കാര്യം നിർബന്ധിക്കുന്ന ആളല്ല കേട്ടോ. പക്ഷെ ഞാൻ പ്രൊമോഷൻ ചെയ്യാറ് മിനിമം 9. പക്ഷെ കമ്പനി എന്താ പറഞ്ഞത്? മിനിമം 4,500 മതി. സ്റ്റാർട്ട് ചെയ്യും. ഒരാളെ വിശ്വസിക്കാൻ നിങ്ങൾ അയാളോട് പറയും, നീ ഒരു സ്റ്റാർട്ടിങ് ഒന്ന് ചെയ്യ്. ഒരു 9,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യ്. വിശ്വാസപ്പെട്ട് നിനക്ക് തൃപ്തിയാകുകയാണെങ്കിൽ നീ കൂടുതൽ ചെയ്തോ. നീ അതുമല്ല, നീ ഒരു 4,500 വെക്കടാ, അല്ലെ വെക്കടി. 4,500 വെക്ക്. നിനക്ക് എന്നെ വിശ്വാസമല്ലേ? 4,500 വെക്ക്. ഞങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്ന ഞങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഞാനൊക്കെ എൻ്റെത് ആർക്കും കാണിച്ചു കൊടുക്കും. പക്ഷെ ആർക്കും എന്ത് ചെയ്യില്ല, മൊബൈൽ ആരും ഷെയർ ചെയ്യൂല കേട്ടോ. എന്നോട് നാളെ ഒരാൾ ചോദിച്ചില്ല, ഞങ്ങളോട് പറഞ്ഞല്ലോ. അതെന്താണ്? നമ്മളെ ന്യൂനതകള് പരസ്യപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് തേജോവധം ചെയ്യാൻ വേണ്ടി പല പിശാചുക്കളും വരും. പല രീതിയിലും വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ അക്കൗണ്ട് ഒന്നും ഷെയർ ചെയ്യൂല. എന്റെ അടുത്ത് വന്നാൽ ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കും. ഞാൻ നവംബറിൽ 1.5 ലക്ഷം വാങ്ങിയതും ഡിസംബറിൽ 2 ലക്ഷം വാങ്ങിയതും ഏതൊരാൾ എൻ്റെ അടുത്ത് വന്നാലും ഞാൻ കാണിച്ചു കൊടുക്കും. ഇവിടെ നമുക്ക് കളവ് പറയാം, ഇല്ലേ? പക്ഷെ ബാങ്ക് ഡോക്യുമെന്റ്സ് എന്താവൂല, കളവ് പറയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ അപെക്സിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തെ നമ്മുടെ ഏത് അക്കൗണ്ടിലേക്കും മാറ്റാം. ഇന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ നാളെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റായി. പിന്നെ ടെക്നിക്കൽ പരമായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കമ്പനി പറയുന്നു 48 മണിക്കൂർ മുതൽ 78 മണിക്കൂർ വരെ ആവാം.
അതൊന്നും ഇതുവരെ 1000 കേസ് നമ്മളെ കയ്യിലില്ല. ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതപ്പോ കസ്റ്റമർക്കാർക്ക് കൊടുക്കും. അത് പുട്ട് തേങ്ങട്ട വയ്യ, ചോദ്യം കിട്ടിയാൽ മതി മറുപടി ഇങ്ങോട്ട് തരാന്. അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം അതങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, അത് അപ്പം കസ്റ്റമർക്കാർ പരിഹരിച്ചു തരും. അതാണ് അപ്പെക്സിന്റെ ബിസിനസ്. നിങ്ങൾ മനസ്സിലായിക്കോളി. ഇതാണ് അപ്പെക്സിന്റെ ബിസിനസിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അല്ലെ, എല്ലാവർക്കും ഇന്ന് ക്യാഷ് ആണല്ലോ പ്രോബ്ലം. അല്ലെ, ചില കമ്പനികളിലൊക്കെ ട്രാൻസ്ഫർ കൊടുത്താൽ 2 ദിവസം കഴിയണം, 48 മണിക്കൂർ കഴിയണം എന്നൊക്കെ പറയും. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഇന്ന് കൊടുത്ത നാളെ. അത് ഞാൻ പറഞ്ഞു, പാടത്ത് പണിയെടുത്ത വരമ്പത്ത് കൂടിയാണ് എന്തും. ഇപ്പൊ ഞാൻ കുറച്ച് നേരത്തെ ഒരാളെ പറഞ്ഞു, എന്റെ അടുത്ത് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നു. അയാൾക്ക് ആ $10 ആണ് കിട്ടിയപ്പോ അയാൾക്ക് വലിയ സന്തോഷം. ഇത്ര എളുപ്പം കിട്ടും മാഷെ ഇവിടുന്ന് പൈസ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പേർ മാച്ചിങ് നാളെയും കിട്ടും. അപ്പൊ അയാൾക്ക് അതിനേക്കാൾ വലിയ സന്തോഷം. അപ്പൊ നമ്മൾ നമ്മളെ അടുത്ത് വരുന്ന ആൾ കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയും, നിങ്ങൾ ബിസിനസ് വന്നോര് നിങ്ങളെ വാലറ്റിലുള്ള ക്യാഷ് ഒന്ന് വിഡ്രോ ചെയ്യാം. എന്നിട്ട് വിഡ്രോ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് വരുന്നൊരു മെസ്സേജ് ഉണ്ടാവും, അത് ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കും. ഈ വിശ്വാസം ഇല്ലാത്തവർക്ക്. എല്ലാറ്റിനും നെഗറ്റീവ് പറയുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. അവരോട് എന്ത് പറഞ്ഞാലും അവരൊക്കെ കുറ്റം തികഞ്ഞ ഒരു മനുഷ്യന് ഭൂമി ലോകത്തില്ല. അവർക്ക് എല്ലാത്തിനും നെഗറ്റീവ് പറയും. അവരെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങള്, അവര് മരിക്കുന്നത് വരെ അവര് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവരായിട്ടുള്ള സമ്പർക്കങ്ങൾ നിർത്തുക. എന്ത് പറഞ്ഞാൽ നെഗറ്റീവ് പറയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ആളുകളുമായിട്ടുള്ള സമ്പർക്കം നിർത്തിയാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പെക്സ് അത്രയും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠതയോട് ചെയ്ത് വളരെ നല്ല പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുക. കമ്പനി ഇനിയും വലിയ വലിയ പ്രൊജക്റ്റ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാം. ഏതാനും മാസങ്ങൾ കൊണ്ട് 2-3 മാസം കഴിഞ്ഞാല് ഈ കമ്പനിന്റെ അപ്പെക്സ് ടോക്കന് ബിനാൻസിൽ എത്താൻ പോവുക. അടുത്ത ദിവസങ്ങളിലായിട്ട് കൂക്കോയിലേക്ക് എത്താൻ പോകുന്നു, ടയർ 1, അങ്ങനെ നിരവധി എക്സ്ചേഞ്ചിലേക്ക് എത്താൻ പോവുകയാണ് കമ്പനി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ അപ്പെക്സിന്റെ ബിസിനസ് പ്ലാൻ എന്താണ്, എങ്ങനെയാണ് ഈ കമ്പനി കൊടുക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു പുതിയ കാലത്തിന്റെ പുതിയ ബിസിനസ്സാ. അപ്പൊ ഈ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ആളുകൾക്ക് എന്തില്ല, എല്ലാവർക്കും ഇതിനെ കുറിച്ച് വിവരമില്ല. ആ വിവരമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ആളുകൾ എന്ത് പറയുന്നത്, നെഗറ്റീവ് പറയുന്നത്. അപ്പൊ ഇതൊരു വെർച്വൽ പണമാണ്, കൈ കൊണ്ട് നമുക്ക് സ്പർശിക്കാൻ പറ്റൂല. ഇത് പുതിയ കാലഘട്ടത്തിന്റെ പുതിയ ബിസിനസ് ആണ്. അതിനെ നമ്മൾ പഠിച്ചെടുക്കണം. പഠിച്ചെടുക്കാൻ എല്ലാ സൗകര്യം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മള് ഒന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, എല്ലാവർക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും കേട്ടോ. ചില ആളുകൾ പറഞ്ഞു, നിങ്ങളൊക്കെ അത്ര മാത്രം പിന്നെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ അല്ലെങ്കിൽ മാസങ്ങളായിട്ടുള്ളൂ, നിങ്ങൾ എങ്ങനെയാ മാഷ് എത്രത്തോനൊക്കെ ഇത്ര അധികം നിങ്ങൾ ഏൺ ചെയ്യുന്നത് ചോദിക്കാറുണ്ട് എന്നോട്. നിങ്ങൾ ഫസ്റ്റ് മാസം 1.5 ലക്ഷം വാങ്ങി, രണ്ടാമത്തെ മാസം നിങ്ങൾ 2 ലക്ഷം വാങ്ങി, ഇനി നിങ്ങൾ 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം വാങ്ങുന്നു പറയുന്നു. എന്താണ്, ഇവിടെ ഒരു ടെക്നിക്കും ഇല്ല, ഇവിടെ ഒരു കുറുക്കു വഴിയില്ല, ഇവിടെ ഒരു എളുപ്പ വഴിയില്ല. നമുക്ക് വിജയിക്കാൻ, സക്സസ് ആവാൻ ഒരു കുറുക്കു വഴിയില്ല. എഫേർട്ട് എടുക്കുക, വർക്ക് ചെയ്യുക. നേരം വെച്ചിട്ട് വീട്ടിൽ മിണ്ടാതിരുന്നാല് ക്യാഷ് വരൂല. നമുക്ക് മറ്റു വർക്കുകൾ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ഏത് ബിസിനസ് ഏത് തൊഴിലും ചെയ്തോളി. പക്ഷെ നിങ്ങൾ ഫ്രീ ടൈം കിട്ടിയാൽ കുറെ ആളുകളെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ തോണ്ടിക്കളിക്കാൻ പോയിട്ട് കാര്യമില്ല. അല്ലെ, ഇന്ന് യുവാക്കൾ അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 24 മണിക്കൂർ എന്ന് പറയാൻ തെറ്റില്ല. കുറെ യുവാക്കൾ കൂടും, എന്നിട്ട് അവര് കഴുങ്ങോ തെങ്ങോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. എന്താ അതിന് പറയാ, ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ തട്ടിയാന്ന് പറയും. എന്താ സംഗതി നിങ്ങൾ തിരിഞ്ഞൊക്കല്ലോ, പിള്ളേരൊക്കെ കൂടിയിരിക്കുന്നത് പല സമയത്തും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഓരോരുത്തരും മൊബൈലിൽ തോണ്ടുക, എന്നിട്ട് ഇവന്മാര് ചിരിക്കുക, പരസ്പരം ചിരിക്കുക. ഞങ്ങളെ കുട്ടിക്കാലത്ത് പരസ്പരം 5-6 6 2 4 കൂടുമ്പോൾ ഞങ്ങൾ പരസ്പരം സംസാരിക്കുക. ഇവിടെ എന്താ അറിയോ, 4 5 കൂടിയാലും എല്ലാവരും തോണ്ടുക, ഓരോ മൊബൈൽ ഇങ്ങനെ തോണ്ടുക, ഒരു ചിരിക്കുക, ഭ്രാന്തന്മാരമായി സ്വന്തം ഇങ്ങനെ തോണ്ടുക, അവര് ചിരിക്കുക അവരുടെ മൊബൈൽ നോക്കിയിട്ട്, ഇല്ലേ. എന്നിട്ടോ ഇത് ഒരു മൊബൈൽ റീചാർജ് ചെയ്യാൻ പോലും അവർക്ക് പൈസ അവർക്ക് അതിന് കിട്ടുന്നില്ല, ഈ തോണ്ടി കളിച്ചിട്ട്.
നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര രൂപയാണ് ഒരു മാസം റീചാർജ് ചെയ്യുന്നത്? എന്താ അവർക്ക് അതിന് കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കഷ്ടപ്പെട്ട് എവിടുന്നെങ്കിലും നിങ്ങൾ 4500 അല്ലെങ്കിൽ 9000 രൂപ ഇട്ടിട്ട് നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. നിങ്ങൾ വെറുതെ സ്റ്റാർട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഫസ്റ്റ് തന്നെ 1 ലക്ഷം, 10 ലക്ഷം, 5 ലക്ഷം ഞാൻ പറയുന്നില്ല. നിങ്ങൾ 4500 കൊണ്ട് സ്റ്റാർട്ട് ചെയ്തോളി. ഒന്നും ഇല്ലാത്തവന് അല്ലെങ്കിൽ 9000 ചെയ്തോളി. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ? അപ്പൊ നിങ്ങൾ സാധാരണക്കാരൻ രക്ഷപ്പെടാത്തതിന് കാരണം ഇതാണ്, അവന്റെ മൈൻഡ് സെറ്റ് ശരിയല്ലാന്ന്. അതൊന്നും നമുക്ക് കഴിയൂല, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയൂല. അല്ലെങ്കിൽ നമുക്ക് അതിനും വേറെ കോടീശ്വരനാകാനും പണക്കാരനാവാനും അല്ലെങ്കിൽ വലിയ കാർ എടുക്കാനും വലിയ വീട് എടുക്കാനൊന്നും കഴിയില്ല. അത് നിങ്ങൾ തെറ്റായ ധാരണയാണ്. അപ്പൊ ആ ധാരണ മാറ്റി നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം, ഇത് കടലാണ് അല്ലെ? നമ്മളെല്ലാരും പറഞ്ഞ കാര്യമാണ്, അപ്പെക്സ് വലിയൊരു കടല, ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തിൽ നിങ്ങൾക്ക് എവിടെ പവിഴങ്ങളും മുത്തുകളൊക്കെ ഉണ്ട്. നമുക്ക് മുങ്ങാം, കോരിയെടുക്കാം, വാരിയെടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഒന്ന് നോക്കുക ബിസിനസ് ഒക്കെ ഉണ്ട്, അപ്പൊ നിങ്ങൾ താനേ ചെയ്യും. എന്റെ കൂടെ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വന്നവര് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അവര് വന്നപ്പോ പറഞ്ഞ്, മാഷെ ഞാൻ ആരും കൊണ്ടുവരില്ല കേട്ടോ, ഞാൻ ആരും കൊണ്ടുവരില്ല. ഞാൻ പറഞ്ഞു വേണ്ട. പക്ഷെ അവരെന്ത് ചെയ്തു? അവര് ഇൻവെസ്റ്റ് ചെയ്തു, അവർക്ക് കിട്ടി, കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി വന്നപ്പോൾ ഇപ്പൊ അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ആളുകൾ ഇഷ്ടം പോലെ കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങള് ദൈവത്തിനെ ഓർത്ത്, നിങ്ങളൊരു വിശ്വാസി, ഏത് വിശ്വാസി ആയിക്കോട്ടെ, നിങ്ങൾ കിട്ടിയൊരു അവസരമുണ്ട്. ഈ അവസരത്തെ നിങ്ങൾ നിങ്ങളെ കയ്യിൽ വെച്ചിരിക്കരുത്, മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ കൊടുക്കാതിരുന്നാൽ നാളെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. ഞാൻ ആണായിട്ട് പറയാണ്, നിങ്ങൾക്ക് കിട്ടിയൊരു ബിസിനസ് അവസരത്തെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ നിങ്ങൾ അവിടെ വീട്ടിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നാളെ വിരൽ കടിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്ന, ഒരു വീട്ടില് ചെലവിന് വേണ്ടിയിട്ട് ഒരു മാസം എത്ര രൂപ അവിടെ വരുന്നുണ്ട് അല്ലെ? നമ്മ എക്സ്പെൻസ് എത്ര വരുന്നു? കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്? ഇന്ന് ഓരോ സ്കൂളിൽ നിന്നും, ഓരോ ട്യൂഷൻ സെന്ററിൽ നിന്നും, ഓരോ കോളേജിൽ നിന്നും അല്ലെ കുട്ടികൾ ടൂറ് പോവുക. എന്നിട്ട് ടൂറ് പോവാൻ രക്ഷിതാക്കന്മാരെ സമ്മതിക്കുന്നില്ല. എന്താ കാര്യം? വീരാൻകുട്ടി ഇല്ല, ജോർജ് കുട്ടി ഇല്ലേട്ടേ ഇല്ലേ? ഞാൻ എന്റെ മക്കളെല്ലാരോടും, എന്റെ മോള് കോളേജ് പഠിക്കുന്നവരുണ്ട്, ഫൈനൽ ഇയർ BA ഒക്കെ പഠിക്കുന്ന മോളുണ്ട്, മക്കള് ഹൈസ്കൂളിലും അതുപോലെ +2 പഠിക്കും, എല്ലാവരും പൊയ്ക്കോളി അറിയും. അവരെത്ര പൈസ ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. എന്താണ്? നമ്മളടുത്ത് സാധനം വീരാൻകുട്ടി ഉണ്ടേ, നിങ്ങൾക്ക് ആരും തരൂല കേട്ടോ. നിങ്ങളാരും കടം ചോദിച്ചു വരണ്ട, തരൂല. നിങ്ങൾക്ക് കിട്ടിയ അവസരമാണ് എനിക്കും അപെക്സിൽ കിട്ടിയത്. ഞാന് ഫിനാൻഷ്യൽ ഭയങ്കര ക്രൈസിസിലായിരുന്നു. 2 മാസം മുമ്പ്, ദൈവമാണ് സത്യം, ഞാൻ വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലായിരുന്നു. അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് എന്റെ ലീഡർ നജാഫ് സാറാണ്. അദ്ദേഹമാണ് ഈ അവസരം എനിക്ക് തന്നത്. പക്ഷെ ഞാൻ അതിനു മുമ്പ് യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു അപെക്സിനെ കുറിച്ച്, ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് എനിക്ക് നജാഫ് സാറ് ഈ ബിസിനസ് തന്നത്. ഞാൻ വീണ്ടും പഠിച്ചു, ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് ഏൺ ചെയ്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതിലൊരു 4500 രൂപ വെക്കാൻ എന്റെ കയ്യിലില്ലായിരുന്നു. സത്യം ചെയ്ത് പറയാട്ടെ, സത്യം ചെയ്ത് പറയാം. ഞാന് നജാഫ് സാറോട് 4500 വാങ്ങി, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് അവസരം എല്ലാവരിലേക്കും കൊടുത്തു. ആ 4500 9000 ആക്കി. അത് കഴിഞ്ഞ് അവിടുന്ന് മാറ്റി. അത് കഴിഞ്ഞ് ഞാൻ വേറെ 6-7 ഐഡികൾ എനിക്ക് തന്നെ ക്രിയേഷൻ ചെയ്തു. 9000-ന്റെയും 13500-ന്റെ ഒക്കെ. അത് കഴിഞ്ഞ് ഭാര്യക്ക്, മക്കൾക്കൊക്കെ ഐഡി ഞാൻ ചെയ്തു. ഇതൊക്കെ എനിക്ക് എവിടുന്ന് കിട്ടിയത്? ഞാൻ എൻ്റെ ഒരു വസ്തുവും വിറ്റിട്ടില്ല, ഞാൻ എൻ്റെ ഒരു ഗോൾഡും പണയം വെച്ചിട്ടില്ല, ഞാൻ എന്റെ വീട്ടിലൊരു പൈസ എടുത്തിട്ടില്ല. ഞാൻ ഇതിൽ നിന്ന് കിട്ടിയ ക്യാഷ് കൊണ്ടാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അവസരമുണ്ട്. നിങ്ങളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല, ആളുകൾ ചിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെ പല്ലി കുത്തി മറ്റൊരാളെ മണപ്പിക്കാൻ പോകണ്ട.
നമ്മളെ പ്രയാസമുണ്ട്, ക്രൈസിസ് ഉണ്ട്, നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, നമ്മള് പിടിച്ചു നിൽക്കുക. എവിടുന്നെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഒരു 9,000 സംഘടിപ്പിക്കാം. നിങ്ങൾ ചെയ്യും. ദൈവാനുഗ്രഹം കൊണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ഒരു ബിസിനസ് ഞങ്ങളെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2025 അവസാനിക്കുമ്പോൾ നിങ്ങളെ എല്ലാവരും മാനിക്കുന്ന, ബഹുമാനിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി നിങ്ങളെ നാട്ടിൽ നിങ്ങൾ മാറും. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ എഴുതി വെച്ചോളിയും. മാഷ് പറയുന്ന ഈ ഡിസംബർ അവസാനിക്കുമ്പോ അല്ലെങ്കിൽ തിരിച്ചെന്നെ കോൾ ചെയ്യും. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുന്ന ആളാ. ഞാൻ പറയാറുണ്ട് നിങ്ങളോടില്ലേ, ഞാൻ 6 ഐഡിയിൽ വർക്ക് ചെയ്യുന്ന ആളാ. 6 ഐഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാന്. ഈ 6 ഐഡിയിൽ എന്റെ കൂടെ വന്ന ആളുകൾക്ക് ഞാൻ ഒരു സൈഡ് സപ്പോർട്ട് കൊടുക്കുന്ന വ്യക്തിയാ. എന്താ കാര്യം? നമ്മൾ ഈ ബിസിനസ്സിൽ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ പെയർ മാച്ചിങ് ബിസിനസ്സിൽ ഒരാൾക്ക് വിജയിക്കാൻ പറ്റില്ല. പിന്നെ എന്നോട് ആരെന്ത് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി കൊടുക്കും കേട്ടോ. വല്ലപ്പോഴൊക്കെ ഉള്ളു ഞാൻ എന്ത് ചെയ്യാ മറുപടി കൊടുക്കാൻ ലൈറ്റ് ആകുള്ളൂ, നേരം ഒഴുകുള്ളൂ. ഏത് വ്യക്തിയും, അപ്പെക്സിലെ ഏത് വ്യക്തികൾ എന്നോട് പലതും ചോദിച്ചു വരാറുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറയാറുണ്ട്. ഞാൻ എന്നാൽ ആവുന്നതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളെ കൂടെ ആരെങ്കിലൊക്കെ ജോയിൻ ചെയ്ത് വന്നിക്കണമെങ്കിൽ അവർക്ക് നിങ്ങൾ ഒരു സൈഡ്, ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. എന്നിട്ട് അവരെ രക്ഷപ്പെടുത്തണം. നമ്മൾ മാത്രം ഏൺ ചെയ്താൽ പോരാ, നമുക്ക് മാത്രം സമ്പാദിച്ചാൽ പോരാ. നമ്മളെ കൂടെ വന്നവർക്കും നമ്മൾ സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമി ലോകത്തിന് പിരിഞ്ഞു പോയാലും അവരൊക്കെ നമ്മളെ സ്മരിക്കും. നിങ്ങൾ മനസ്സിലാക്കി. നാളെ ഞാനും നിങ്ങൾ ഇവിടുന്ന് മരിച്ചു പോകുമ്പോഴേ നമ്മളിവിടെ ജീവിച്ചെന്നുള്ളതിനെ അടയാളപ്പെടുത്തി പോണം. നമ്മളിവിടെ ജീവിച്ചെന്നുള്ളതിന് ഒരടയാളം ഇവിടെ വെച്ചിട്ട് പോണം. ആ അടയാളം വെക്കാൻ നിങ്ങളെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് അപെക്സ് ടോക്കൺ. ഇത് ഞാൻ വളരെ വൈകാരികമായിട്ടാ പറയുന്നത്, വളരെ വൈകാരികമായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അപെക്സ് ടോക്കൺ ഒന്ന് പഠിക്കുക, ഏറ്റെടുക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാം, നിങ്ങളെ കുടുംബങ്ങൾക്ക് വിജയിക്കാം, നിങ്ങളെ ഫ്രണ്ട്സിനെ വിജയിപ്പിക്കാം, നിങ്ങളെ റിലേഷൻസിനെ വിജയിപ്പിക്കാം, നിങ്ങളെ നെയ്ബേഴ്സിനെ വിജയിപ്പിക്കാം. നിങ്ങൾ പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയും വിജയിപ്പിക്കാം. നാളെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനം നൊന്ത് പ്രാർത്ഥിക്കും. ചില ആളുകൾ നമ്മോട് പറഞ്ഞിട്ട്, മാഷെ ഈ അവസരം നിങ്ങൾ തന്നില്ലെങ്കിലേ നമുക്ക് ജീവൻ ഒടുക്കാനേ പരിപാടി ഉണ്ടായിരുന്നു, തൂങ്ങിച്ചാകാൻ പരിപാടി ഉണ്ട്. നിങ്ങൾ കേട്ടോളി. അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മാഷെ നിങ്ങളാണ്, നിങ്ങൾ ഒരിക്കലും ദൈവം കൈവിടൂലട്ടോ എന്ന് എന്നോട് പറയും. എനിക്ക് അത് കേട്ടപ്പോ കണ്ണും നിറഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് അവര് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നു. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയേണ്ടതാണ്, നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിപട്ടവും ആരോടും പറയണ്ട. പഴയ കാലത്ത് മലപ്പുറത്ത് പറച്ചിലുണ്ടോ, പഴങ്കഞ്ഞിയാണെങ്കിൽ മൂടി കുടിക്കാം. പഴങ്കഞ്ഞി ഇറങ്ങാൻ മനസ്സിലായില്ലേ? അതാണ്. ഇന്ന് എല്ലാവരും സ്ഥിതി വളരെ മോശമാണ്. എന്നെ കാണുമ്പോൾ പ്രകാശ് സാർ നല്ല ഡ്രസ്സാണ്, പ്രകാശ് സാർ നല്ല പാന്റ് ഷർട്ട് ഇട്ടിക്കണ്, ജിനു സാർ നല്ല ഉഷാറാണ്, ചൊങ്കനാണ്, ആ മുപ്പത്തെല്ലാം പൈസ ഉണ്ടാവും ഇങ്ങനെ മനസ്സിലാക്കും അല്ലെ. യഥാർത്ഥോ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും അറിയുള്ളൂ. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മളെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല വെൽ ഡ്രസ്സിൽ നടക്കുക. നമ്മളെ കണ്ട ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കണം, ഇവനടുത്ത് പൈസ ഉണ്ട്, ഇവനടുത്ത് ക്യാഷ് ഉണ്ട്. ഞാൻ ആരെ മുമ്പിൽ ഒന്നും പറയാൻ പോയി, ഞാൻ പൈസക്കാരൻ തന്നെയാണ്. ഐ എം എ റിച്ച്, എനിക്കൊരു ഗോളുണ്ട്. ആ ഗോളിന് വേണ്ടി ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളും ഇതുപോലെ ഗോളിന് വേണ്ടി പണിയെടുക്കണം, അതിന് ഗോൾ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് ചെയ്യാനും അപെക്സിൽ നിരവധി ലീഡേഴ്സ് ഉണ്ട്. വരും ദിവസങ്ങളിൽ എന്താണ് ഫേസ് 2 എന്നൊക്കെ നമ്മോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഇവിടെ വരുന്നുണ്ട് സൂം മീറ്റിങ്ങിൽ. അപ്പൊ പല ആളുകളും നമ്മുടെ സന്തോഷം അറിയിക്കാറുണ്ട്, പക്ഷെ നിങ്ങളെ സൂം മീറ്റിംഗ് സൂപ്പർ ആട്ടോ. ചില സൂം മീറ്റിങ്ങിലൊക്കെ കയറിയാല് 5 മിനിറ്റ് എന്താണ് അവർ പറഞ്ഞത് ഓർക്കും അറിയില്ല, കേട്ടവർക്കും അറിയില്ലല്ലോ.
അങ്ങനെ ആളുകൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളതല്ല, നമ്മളെ കൂടെ വന്ന ആളുകളെ നമ്മളൊരു ലൈനിൽ സപ്പോർട്ട് കൊടുത്തവർ ക്യാഷ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ സൂം മീറ്റിംഗ് എല്ലാവർക്കും പങ്കെടുക്കാം. അപെക്സിൽ ഐഡി അടിച്ചവർക്കും ഐഡി അടിക്കാത്തവർക്കും ഒക്കെ കൊടുക്കാം. എല്ലായിടത്തും കിട്ടും. ഫേസ്ബുക്കിൽ കയറിയാൽ റഷീദ് അലി മാസ്റ്റർ അടിച്ചു കൊടുത്താൽ എന്റെ അവിടെ ഉണ്ടാവും ലിങ്ക്. എന്റെ യൂട്യൂബിൽ കയറി അവിടെ ഉണ്ടാവും, എന്റെ സ്റ്റാറ്റസ് കയറി അവിടെ ഉണ്ടാവും ലിങ്ക്. എല്ലാവർക്കും ഞാൻ കൊടുക്കും. എനിക്ക് ആരും ഇതിൽ കയറിയിട്ട് അപെക്സിനെ കുറിച്ച് പഠിച്ച് 10 രൂപ ഇതിൽ അവർക്ക് കിട്ടിയെങ്കിൽ സന്തോഷമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടുതൽ കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക, എല്ലാവരും ഏൺ ചെയ്യുക. അവസരത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പ്ലീസ് പ്ലീസ്, അവസരത്തെ നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയാൽ നാളെ നിങ്ങൾ വിരൽ കടിക്കും. മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളൊരു ജോലി എടുത്തിട്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. വാറൻ ബഫറ്റ് പറഞ്ഞൊരു വാക്യുണ്ട്. വാറൻ ബഫറ്റ് എന്താ പറഞ്ഞറിയോ? നീ ഉറങ്ങുമ്പോൾ നിനക്ക് ഇൻകം വരുന്ന ഒരു കാര്യം നീ ചെയ്തു വെക്കാതെ ഒരു ജോലിയുമായിട്ടാണ് നീ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ മരിക്കുന്നത് വരെ നീ പണിയെടുക്കണം. വാറൻ ബഫറ്റിന്റെ ആ വാക്യം ഈ കാലഘട്ടത്തിൽ എത്ര പ്രസക്തമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അത് നമുക്ക് ജോലിയുണ്ട്, ഒരു എക്സ്ട്രാ ഇൻകം എല്ലാവർക്കും വേണം, അതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുക. ഇല്ല ജോലി എടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ തീരുമാനം. നിങ്ങളങ്ങനെ മരിക്കുന്നത് വരെയുള്ള ജോലി ചെയ്ത് പൊയ്ക്കോളി, നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം വേണോ? അവസരം അപെക്സിനെ ഉപയോഗപ്പെടുത്തുക. നാളെ നിങ്ങൾ എല്ലാവരും കോടീശ്വരന്മാരും കോടീശ്വരകളായി മാറും. ആ മാറുമ്പോൾ നിങ്ങൾ പറയും, അന്ന് റഷീദ് അലി മാസ്റ്റർ പറഞ്ഞ കാര്യമൊക്കെ സത്യമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അപെക്സിനെ കുറിച്ച് പഠിക്കുക. നിങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് ഒരാൾ കുറെ ദൂരത്ത് നിന്ന് എൻ്റെ അടുത്ത് വന്നു. എന്നെ കാണാൻ വന്ന ആള് ഒരു 6-6:30 മണി സമയത്ത്. എന്തിനാ അറിയോ? അയാൾക്ക് ഫേസ് 2 പറ്റി പഠിക്കാൻ വേണം. എന്റെ ടീമിലെ ആളൊന്നും അല്ല. അയാൾ ഈ പ്രോഗ്രാം കണ്ട്, അയാൾ യൂട്യൂബ് കണ്ട് എന്നെ തേടി വന്നതാ. ഞാൻ അയാൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിന് അയാൾക്ക് വേണ്ടൊരു സംശയം ഉണ്ടായിരുന്നു. അത് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എന്റെ ലീഡറുമായി കണക്ട് ചെയ്തു, ക്ലിയർ ആക്കി കൊടുത്തു. വളരെ സന്തോഷത്തോടെ അദ്ദേഹം പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക്, മാഷ നിങ്ങളൊക്കെ കൂടെ ജോയിൻ ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. നിങ്ങൾ അപെക്സിന്റെ ഫാമിലിയിലുണ്ടോ? മതിയെ. നിങ്ങൾ റഷീദ് അലി മാസ്റ്റർ തന്നെ വേണം, നിർബന്ധമൊന്നും ഇല്ല അറിഞ്ഞാല്. നിങ്ങളവിടെ നിൽക്കുന്നോട്ട് നിന്നാൽ മതി, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ട് തരാൻ നമ്മളുണ്ട്. നമ്മളെ മീറ്റിംഗിൽ എല്ലാവർക്കും പങ്കെടുക്കാം. നമ്മളെ മീറ്റിംഗിന്റെ ലിങ്ക് എല്ലാവർക്കും കൊടുക്കുക, ഒരു കുഴപ്പമില്ല നമുക്ക്. ഇവിടെ ഈ മീറ്റിംഗിൽ 500 ആൾക്ക് കയറാം. അതിനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. വിജയത്തിന്റെ ഓരോ പടവുകളും നിങ്ങൾ ചവിട്ടി മുന്നോട്ട് പോവുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവട്ടെ. നാളെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും വളരെ സന്തോഷത്തിലും ആനന്ദത്തിലും ജീവിക്കാൻ എല്ലാവർക്കും ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ ആരോഗ്യവും ദീർഘായുസും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ, സന്തോഷം അറിയിക്കുന്നു. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.